ഈ സത്യത്തിൽ ആ വാർത്ത നിങ്ങൾ പത്രക്കാരെന്നുള്ള നിലക്ക് നിങ്ങളൊരു പക്ഷേ അന്വേഷിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് വേറെയും ചില സംഭവങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഈ കൈരളിയുടെ ഒരു ലേഖകൻ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ ഒരു ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ വളരെ അവിഹിതമായ ഒരു കാര്യം ഞാനവിടെ ചെന്നപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഈ വാർത്ത വേറെ ചില വാർത്ത വരുന്നൊക്കെ പറഞ്ഞ് അയാൾ ബന്ധപ്പെട്ടു. ഷാജഹാൻ എന്നാണ് അയാൾ പേര് സ്വയം പരിചയപ്പെടുത്തിയൊരു ചുവന്ന കുപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ വാർത്തയുടെ പറയും. പിന്നെ ജനൻ ടി വി അത് പിന്നെ ഒരൊറ്റ സാറ്റലൈറ്റിൽ വർക്ക് ചെയ്യണ 2 ചാനലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ചാനൽ അവർ ഏറ്റെടുത്തു. മുഖ്യധാര മീഡിയകളൊന്നും അത് കൊടുത്തില്ല, വസ്തുതകൾ അറിയുന്നതുകൊണ്ട് കൊടുത്തില്ല. പക്ഷെ സംഭവിക്കുന്ന കാര്യം അതല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു എൻക്വയറി അടക്കം LSTD വകുപ്പിനകത്ത് പ്രത്യേകിച്ച് കുടുംബശ്രീയിലടക്കം കുടുംബശ്രീ, ക്ലീൻ കേരള, ഇങ്ങനെ കുറേ മിഷനുകളുണ്ട്. ഇതിനകത്തൊക്കെ അപകടകരമായ വിധത്തിലുള്ള ആളുകൾ ചുമ്മാ ഇരുന്ന് വലിയ ശമ്പളം വാങ്ങുന്ന ഒരവസ്ഥ അവിടങ്ങളിലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ താല്പര്യത്തിന് കുറേ ആളുകൾ കൊണ്ടുപോയി വെക്കുക. അവിടെ നിങ്ങൾക്ക് പത്രക്കാരൊക്കെ വാങ്ങുന്ന ശമ്പളത്തെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. IAS ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന പാർട്ടി നോമിനികൾ ഇത്തരം പോസ്റ്റുകളിലുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചെന്താണെന്ന് വെച്ചാൽ, ആ പോസ്റ്റുകളിൽ നിന്ന് ആളെ മാറ്റി വേറെ ആളെ വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഡെമോളിഷ് ചെയ്യേണ്ടുന്ന സർക്കാരിൻ്റെ പൊതുസ്വത്തിനെ കട്ടുമുടിക്കുന്ന ഈ CPM ലോബികളെ വളരെ കൃത്യമായിട്ട് ഞാൻ മന്ത്രിയായിരിക്കുകയാണെങ്കിൽ, നാളെ എനിക്ക് മന്ത്രിയായിക്കോണം നിർബന്ധമില്ല, മറ്റന്നാൾ എന്നെ പുറത്താക്കി എനിക്ക് പ്രശ്നമില്ല, ആക്ഷേപമില്ല. പക്ഷേ ഇരിക്കുന്നിടത്തോളം ഈ കട്ടുമുടിക്കുന്നവർക്കെതിരെ നടപടികളെടുക്കും. കുടുംബശ്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ വോളണ്ടിയർമാരായിട്ട് പഞ്ചായത്തുകളിലൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അവരെയൊക്കെ തന്നെ പാർട്ടികളുടെ പരിപാടികൾ വിജയിപ്പിക്കുന്ന പോലെ പഞ്ചായത്തുകളിൽ വന്നാൽ മന്ത്രിമാരെ പ്രസംഗത്തിന് കൊണ്ടേ ഇരുത്തുക. ഈ ആളുകളെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടി സിസ്റ്റം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അത് പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബശ്രീയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നിർബന്ധപൂർവ്വമുള്ളൊരു എയിമാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ചൊറിച്ചിലും കഴപ്പുമാണ് സത്യത്തിൽ കൈരളിയും അതുപോലെ തന്നെ ജനം TV ഒക്കെ തീർക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ഏതായാലും നിന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്നലത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, സുധാകരൻ MLA അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരു സെക്കൻഡ് പോലും റോട്ടിൽ നിന്നിട്ടില്ല, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്നിട്ടില്ല. ഞാൻ എത്തുന്ന റൈറ്റ് ടൈമിൽ അവിടെ എത്തുന്നു, നേരെ പരിപാടിയിലേക്ക് പോകുന്നു. അവിടെ അതല്ലാത്ത ഒന്നും ഞങ്ങൾ നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്, അല്ലാതെ വേറെ അവിടെ ആലപ്പുഴയിലെ ആളുകൾ നടത്തുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ്, അതിൻ്റെ ഫണ്ടിങ് അടക്കം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. ഞങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങളതൊക്കെ നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ബീച്ചിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കാർപ്പറ്റ് ഇട്ടിരുന്നു ഞാൻ പിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊന്നും അവിടെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ഇവിടെ പരിപാടികൾക്ക് പോകുമ്പോൾ കുറേ പ്രമാണിമാർ ഭരിച്ചിരുന്ന സ്റ്റേറ്റാണല്ലോ, പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നമ്മൾ കണ്ടതാണ്. വയലിറങ്ങണമെങ്കിൽ സ്പെഷ്യൽ ഷൂസ്, നടക്കണമെങ്കിൽ വേറെ, മൈക്കൊന്ന് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് മൈക്ക് ഓപ്പറേറ്ററുടെ അച്ഛനെ തെറി വിളിക്കുക എന്നൊക്കെ തുടങ്ങിയ ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞങ്ങളൊക്കെ മണ്ണിൽ വളർന്നവരാണ്, മണ്ണിൽ ചവിട്ടി ജീവിച്ചവരാണ്, ആ മണ്ണിൽ തന്നെ തിരിച്ചു പോകണമെന്ന വിശ്വാസവും ധാരണയുള്ളവരാണ്. അതുകൊണ്ട് എന്നെങ്ങനെ എന്താ പറയുക, കുറേ ഹിന്ദു തീവ്രോ BJP കാരനാക്കുക, മുസ്ലിം തീവ്രവാദി വെക്കുക, ഇപ്പോൾ ഒരു അഹങ്കാരിയാക്കി മാറ്റാമെന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് വളരെ കൃത്യമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ചുമതല നടത്താൻ മുന്നോട്ട് പോകും. അത് ഇത്തരത്തിലുള്ള ഞാൻ കേരളത്തിലെ മീഡിയകളോട് ഹൃദയപൂർവ്വം പറയുന്നു, വളരെ മര്യാദയിൽ അവരുടെ ഉത്തരവാദിത്വം നില കാണിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവർ അന്വേഷിച്ചിട്ടുണ്ടാവും, പോയി നോക്കിയിട്ടുണ്ടാവും. ഇന്നലെ നടന്നത് നമുക്ക് വാർത്ത വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്തയെങ്കിലും ഉണ്ടാവണം. വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്ത ഉണ്ടാവണം. വാർത്ത പോലും ഇല്ലാത്ത ഒരു കള്ളക്കളവ് കൈരളി ഇതുവരെ എന്ന് വെച്ചാൽ സർക്കാരിനെ തിന്ന് ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം കൈരളിയൊക്കെ. ഇനിയിപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് വേറെ വല്ല തട്ടിപ്പിന് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ വാർത്ത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പ്രസംഗത്തിൽ താങ്കൾ തന്നെ കുടുംബശ്രീയിലെ ആളുകൾ ഇത്തരം പരിപാടികൾക്ക് അനാവശ്യമായി പാടില്ല എന്നൊക്കെ പറഞ്ഞത്, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ വിധം വിമർശിക്കുന്നത് അവരെ മാറ്റുന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. മാറ്റും, അതാ മുന്നറിയിപ്പല്ല. അതൊരു എന്ന് വെച്ചാൽ സ്ത്രീകളുടെ അവരെ ഹോണർ ചെയ്യാൻ, അവർക്ക് ഒരു വുമൺ എംപവർമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ സത്യത്തിൽ ഈ ജെൻഡർ ഇക്വാലിറ്റിക്ക് പോലും എതിരായിട്ട് പറയുന്ന ആളാണ്. ജെൻഡർ ജസ്റ്റിസാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതല്ല, അവർ ബഹുമാനം അർഹിക്കുന്നത് നമ്മളൊരു ഔദാര്യപൂർവ്വം സ്ത്രീകളെ ബഹുമാനിക്കണു, സ്ത്രീകളെ നമ്മൾ സമന്മാരായി അങ്ങനെ ഔദാര്യമൊന്നും സ്ത്രീകൾക്ക് ആവശ്യമില്ല. അവർ വളരെ ശാക്തീകരിക്കപ്പെട്ട ഒരു വിങ്ങാണ്.
ഒരു ശക്തിയുള്ള വിഭാഗമാണ്. അവരിങ്ങനെ എപ്പോഴും നമ്മളെന്തോ കുറേ ആളുകൾ അവരെ നോക്കുന്ന ആളുകൾ, എന്നിട്ട് അവരിങ്ങനെ നമ്മളുടെ കാരുണ്യത്തിൽ വളർന്നു വരുന്ന ആളുകൾ, അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ ഇൻഡിവിജ്വലാണ്. അവർക്ക് നമ്മളെക്കാൾ കഴിവും ശക്തിയുള്ള എത്രയോ സ്ത്രീ സമൂഹങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ സമൂഹത്തെ അന്തസ്സോടെ അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവരെ അതിൽ സന്തോഷിക്കുന്ന, അതിനവർക്ക് നമ്മളെക്കൊണ്ട് അവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാവുന്ന, അവർക്ക് ശക്തി പകർന്നു കൊടുക്കാൻ നമുക്കാവുമെങ്കിൽ ചെയ്യാവുന്ന പണിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിൽ ഭീഷണിയൊന്നുമല്ല. പക്ഷേ ഒരു ഈജിയൻ തൊഴുത്ത് പോലെ നിങ്ങൾ അതിശയകരമായ വിധത്തിൽ ആ എണ്ണം പറഞ്ഞാൽ നിങ്ങൾ വിട്ടു, കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെത് പറ്റുന്ന ആളുകൾ, CPM ലേബലുള്ള ആളുകൾ ഇതിനകത്തൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ മന്ത്രിയാണെങ്കിൽ ഇത്തരത്തിലുള്ള അട്ടകളെ വലിച്ചു പുറത്തിടുക തന്നെ ചെയ്യും. അതിന് കൈരളിയുടെ കരച്ചിലുണ്ടെന്ന് അവസാനിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കഴിയും. ഞാൻ പുറത്താക്കിയാൽ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഒരു ഫാക്കൽറ്റിയുടെ വയസ്സ് 80 മുകളിലാണ്. ഒരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ല, 1 ലക്ഷം രൂപയോളം മാസ ശമ്പളം വാങ്ങുന്ന ഒരു ഫാക്കൽറ്റിയുടെ വയസ്സ് 80 മുകളിലാണ്. ഒന്നൊന്നുമല്ല, എത്ര ആളെ ഞാൻ പുറത്താക്കി നിങ്ങൾ നോക്കിയാൽ മതി. CPM കേഡർമാരായിട്ടുള്ള ഫാക്കൽറ്റികൾ 80 വയസ്സുള്ള ആളുകൾ ഈ ന്യൂജൻസി കുട്ടികളോടും പുതിയ തലമുറയോടും എന്താ സംസാരിക്കാൻ പോണത്? അവരെ വേണ്ടെന്നല്ല, ഞാൻ 80 വയസ്സുള്ള ഒരു ഇരിക്കേണ്ടതും അവരെ ബഹുമാനിക്കേണ്ട സ്ഥലമുണ്ട്. പക്ഷേ അവർ പുതിയ തലമുറയുടെയും പുതിയ കാലത്തെയും അപ്ഡേറ്റ് ചെയ്യാത്ത ഈ ഏജൻസികളെ ആയി വന്നവരെ മാറ്റുകയും അവിടെ പുതിയ ആളുകളെ കൊണ്ടുവരികയും ചെയ്യും. അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയല്ല, അവരെ 80 വയസ്സുള്ളവരെ ആ രീതിയിലാണ് ബഹുമാനിക്കേണ്ടത്. അല്ലാതെ പുതിയ ജൻസി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്നുള്ളതുകൊണ്ട് കൊണ്ടുപോയി നടക്കാൻ എന്തായാലും പറ്റില്ല. പുറത്താക്കുകയല്ല, അത് ഓരോ സ്ഥലത്ത് ക്ലീൻ ചെയ്ത് വരുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അങ്ങനെ കണക്കൊന്നും ഞാൻ കയ്യിൽ വെച്ചിട്ടില്ല. ഏതായാലും ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു, കുടുംബശ്രീക്കകത്തൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ അട്ടകളെ അവരെ ഒഴിവാക്കുക തന്നെ ചെയ്യും. കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ പണം തിന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള CPM കേഡറുകളെ ഒരു സംശയക്കാരും വിചാരിക്കേണ്ട. അതിന് കൈരളി ഇങ്ങനെ കുറേ കള്ളക്കഥകൾ ജനം TVനെയും കൂട്ടി നടത്തിയാലൊന്നും നടക്കാൻ പോണില്ല. ഈ വീണ തൈക്കണ്ടിയിലുമായി ബന്ധപ്പെട്ടപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ താങ്കൾ പലതവണ അത്തരം അവരൊക്കെ അതിൽ കുട്ടികളാവും അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു, അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? ഞാൻ വേട്ടയാടപ്പെട്ടതിൻ്റെ ബേസ് അതാണ്, വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസും അതാണ്. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വീണക്കെതിരെ സംസാരിച്ച ഒരാളാണ് ഞാൻ. എന്തായിരുന്നോ പറഞ്ഞത് എനിക്കറിയാം. ഇപ്പോഴാണ് റിയാസ് പറഞ്ഞത് എന്താണ്, EDയുടെ അന്വേഷണം ഞങ്ങൾ നേരിടുന്ന അറിയാൻ എന്തോ ഔദാര്യമായിട്ടത്. എന്തായാലും നേരിടേണ്ടി വരും, വിടാൻ പോണില്ല, അന്വേഷണം നടക്കട്ടെ. എന്തായിരുന്നോ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ, മകൾ, കുടുംബം, എന്തായാലും അതാണ് വാർത്ത. നിങ്ങളൊക്കെ അത് കൊടുക്കുന്നു എന്നുള്ളതിൽ, അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ആ വാർത്തക്ക് പകരം ഈ ചൊറിയൻ വാർത്തകൾ കൊണ്ടുവന്നിട്ട് അതിനെ മറക്കാനാണ് EDയും കേരളത്തിലെ CPMും തമ്മിലുള്ള ബന്ധമാണ് ജനം TVയും കൈരളിയും തമ്മിലുള്ള ബന്ധം. ഏകദേശം ഒരേ ധാരണയാണ്. ഒറ്റ സാറ്റലൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന 2 ചാനലുകളാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണത്. ആ വാർത്ത അവിടേക്ക് തന്നെ എത്തുന്നു. തീർച്ചയായിട്ടും അവർ ചെയ്ത പാപത്തിൻ്റെ ശമ്പളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ എന്തായിരുന്നു അത്? അതായത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് മന്ത്രി ബന്ധുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള നീക്കമാണ്. അതിൽ മണ്ഡലം കമ്മിറ്റിക്ക് പ്രശ്നമുണ്ട്, അതിലൊരു പ്രമേയം അവർ പാസ്സാക്കും, യോഗത്തിൽ പ്രശ്നം ഉണ്ടാകും. എന്താണ് ഈ മേഖലയിൽ MLA എന്ന നിലയിൽ കൂടി അതൊന്നുമല്ല, അങ്ങനെ പൊളിറ്റിക്കൽ വാർത്തകളാണ്. അതിനകത്ത് എന്താണെന്നുള്ള പാർട്ടിയുടെ വിപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് ഇന്നലെ. അങ്ങനെ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എളാപ്പൻ്റെ മോനാണ്, അനുജ ജ്യേഷ്ഠൻ്റെ മോനാണ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം എന്തായിരുന്നു ആ തരത്തിൽ ബന്ധു ഉണ്ടാവും ഞാൻ വിചാരിക്കണില്ല. അന്വേഷിച്ചു നോക്കാം. തുടങ്ങി ഈ സമയത്താണ് സംസ്ഥാന നേതൃത്വം ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എവിടുന്ന ഈ മേഖല ബ്ലോക്ക് സ്ഥാനത്ത് നിന്ന് ഭരണം തുടങ്ങിയിട്ടല്ലോ. ആ സമയത്ത് സംസ്ഥാന നേതൃത്വം കത്ത് കൊടുക്കുകയാണ്, അയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലാണ് ആളുകൾക്ക് അല്ല, അത് അങ്ങനെ വരുന്നൊരു വാർത്തയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഷഫ്ലിംഗ് കുറേ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഭരണം വന്നതോടുകൂടെ MLAമാർ പാർട്ടി പദവികൾ വഹിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫ്ലിംഗൊക്കെ നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരല്ല ബ്രദർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ല. നിങ്ങൾക്കിത് അറിയാത്തത് എന്താ വെച്ചാൽ LSTD ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇവർ കുറേ ഏജൻസികൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ കിലയിലെ ഫാക്കൽറ്റി ഈസ് നോട്ട് എ ഗവൺമെന്റ് എംപ്ലോയി. അയാൾ ഗവൺമെന്റ് എംപ്ലോയി അല്ല,
ഇവർ കൂടിയിട്ട് ആളെ തീരുമാനിക്കുക. ക്ലീൻ കേരള ഒരു കമ്പനിയാണ്, ദാറ്റ് ഇസ് നോട്ട് എ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ പാർട്ട് ഓഫ് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് എത്ര വണ്ടികളുണ്ടെന്ന് അറിയാം നിങ്ങൾ? എത്ര വണ്ടികൾ ഓടുന്നു അറിയും? വീട്ടിൽ നിന്ന് എന്താണ് ടൗണിൽ പർച്ചേസ് ചെയ്ത് മാത്രം തിരിച്ചു പോകുന്ന ഇന്നോവ കാർ ഉപയോഗിക്കുന്ന ഒരു 50-ലധികം ആളുകൾ കേരളത്തിൽ ഇങ്ങനെ വെച്ചവരുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ PSC എഴുതി പരീക്ഷ എഴുതി ഗവൺമെൻറ് സർവീസ് വന്നിരിക്കുന്നവർ, അവരുടെ എഫിഷ്യൻസിയും ഇൻഎഫിഷ്യൻസും ഒക്കെ വേറെ കാര്യമാണ്. ഇതൊന്നുമല്ല. ഇത് CPM-ൻ്റെ കൈരളി ചാനലിലടക്കം പോയി പണിയെടുക്കുന്നവൻ ശമ്പളം പറ്റുന്നത് ഇവിടെ നിന്നാണ്. സർക്കാരിൻ്റെ ശമ്പളമാണ്. അത് നിങ്ങൾക്ക് അതിശയം ഉണ്ടാവും. നിങ്ങൾ പത്രക്കാർ വാങ്ങുന്ന ശമ്പളത്തെക്കുറിച്ചൊക്കെ എനിക്ക് മിനിമം ധാരണയുണ്ട്. IAS ഓഫീസർമാർ വാങ്ങുന്നതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന ഈ തരം അട്ടകളുണ്ട്. അത് ഞാൻ തൊട്ടതാണ് പ്രശ്നം. പലരും അതെന്താ വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഭയപ്പെട്ടിട്ട് നിർത്തും. അപ്പോൾ കൈരളി ഈ ജാതി പച്ചക്കള്ളം പറയും, അപ്പോൾ പേടിക്കും. കൂടത്തിൽ ജനവും നിൽക്കും, അപ്പം ബേജാറാവും. എന്നിട്ട് പറയും മന്ത്രി, ഇമേജ് പോയി കളയല്ലോ. എനിക്ക് ആ ജാതി ഒരു ഇമേജ് കോൺഷ്യസും ഇല്ല. ഞാനത് പിടിക്കുകയും ചെയ്യും, പിടിച്ച് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കും.